our dear colleague Qasim Irkut Sahib, General Secretary, INL Kerala State Committee, our esteemed colleague, daughter of our leader, Mehboob Millat Ibrahim, Sulaiman Saif Sahib, Tasneem Ibrahim Sahib, respected Shahjahan Sahib, her husband, our founder INL member, senior leader of INL, B. Haji Hamza Sahib, other respectable leaders of INL LDF. I salute our sisters sitting in front of me and all of you. I am once again with you. As I was introduced, I am coming from UP, the state ruled by Bulldozer Baba, Yogi Adityanath Baba. He is not Baba, he is not Yogi, he is completely Bhogi. He is not actually Pujya, he is a Kshatriya. The history of Kshatriyas is in North India that they had been exploiters, they have been oppressors, they have grabbed lands, and they always kill, dishonor the sisters, the downtrodden, marginalized, SC, ST, and minorities in northern part of the country. That is their history. I need not to deal with history. Simply I am telling the man who has left worldly life and went to exilement, came back again to consume power. And he is consuming power without a sense of Rajadharma. He does not know how to rule the state. Simply he is whimsical man. Never such an irresponsible person has come as a CM in India as our Bhogi and Yogi, so-called Yogi Bhogi, Yogi Adityanath is there. So I am coming from that state to share anguish, the pain, what the pulse of the people is there, and as well how they are having akrosh, anger, and from UP will come to know that after election that akrosh, that anger will convert into votes against Bhogi Adityanath in Uttar Pradesh, inshallah. ആദരണീയനായ യോഗാധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സമരാധരായ നേതാക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, അനൽപമായ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച കണ്ണൂരുകാരെ, ഞാൻ അധികമൊന്നും സംസാരിക്കാൻ എന്നെ സമയമില്ല. എനിക്ക് ധാരാളം സംസാരിക്കാനുണ്ട് നിങ്ങളോട്. നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഞാൻ കേരളത്തിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും നിങ്ങളടുത്ത് മലബാറിലോട്ട് വരുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ എന്ത് പറയട്ടെ, എന്റെ സമയമില്ല, ഇല്ലെങ്കിൽ ഞാൻ ധാരാളം നിങ്ങളോട് സംസാരിച്ചാണ്. ഒരു കാര്യം തീർച്ചയാണ് സഹോദരി സഹോദരന്മാരെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ബാബരി മസ്ജിദ് പൊളിഞ്ഞപ്പോൾ ആ സമയത്ത് കോൺഗ്രസിന് ഭരണമായിരുന്നു. ആ സമയത്ത് എന്റെ വാപ്പ MP ആയിരുന്നു. പല പ്രാവശ്യം പോയിട്ട് റാവിനോട് പറഞ്ഞതാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം. കർഷകർ ഇറങ്ങിയിട്ടുണ്ട്, എന്നിട്ടും അവര് ചതിച്ചു. അവര് റാവു പറഞ്ഞു, ഇല്ല സേഠ് സാഹിബ്, നല്ല മിലിറ്ററി പോയിട്ടുണ്ട്, എല്ലാം സൂക്ഷിച്ചോളും എന്ന് പറഞ്ഞ് എന്നെ വാപ്പയെ ചതിച്ചു. അവര് കോൺഗ്രസ് ചതിച്ച കോൺഗ്രസിന് നിങ്ങൾ വോട്ട് കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ പറയൂ സഹോദരിമാരെ, തയ്യാറാണോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആരാ വേണ്ട? ഒരു സെക്യുലർ പാർട്ടിയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവിടെയും ബാംഗ്ലൂരിലെ BJPന്റെ ഭരണമായിരുന്നു. ആ സമയത്തും ബാംഗ്ലൂരിലെ BJP നടത്തിയിരുന്ന കറുത്ത ഒരു റൂൾസിനെ എല്ലാം കോൺഗ്രസ് ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്നാലും അവര് കൊണ്ടുവന്ന BJP കൊണ്ടുവന്ന ആ കറുത്ത നിയമങ്ങൾക്ക് ന്യൂനപക്ഷ വിരോധമായ
റൂൾസിന് അവർ മാറ്റിയില്ല. അവർ അസാന്റെ റെസ്ട്രിക്ഷൻ മാറ്റിയില്ല. അവർ ഹിജാബ് സ്കൂളിലും കോളേജിലും ഹിജാബ് ധരിക്കരുതെന്ന് BJP പറഞ്ഞ നിയമം അവർ മാറ്റിയില്ല. പല